2025 എന്ന വർഷത്തിന് പല പ്രത്യേകതകളുമുണ്ട്. മെയിനായിട്ടും സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട്, ഇൻഫർമേഷൻ ഇൻ്റലിജൻസ്, കമ്പ്യൂട്ടർ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് പല കൂട്ടുകാർക്കും സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള പ്രസൻസ് അറിയിക്കാനും അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ആകാനും ആഗ്രഹമുണ്ട്. എൻ്റെ കാര്യം തന്നെ 2017 തോന്നുന്നു എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതും റാൻഡമായിട്ട് വീഡിയോകൾ പബ്ലിഷ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതും. സോ വീഡിയോ മേക്കിങ്ങിനെ കുറിച്ചും കോണ്ടൻറ് ക്രിയേഷൻസിനെ കുറിച്ചൊന്നും കാര്യമായിട്ട് ധാരണ ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം ക്യാമറയെ ഫേസ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യവുമായിരുന്നില്ല. പക്ഷേ ഈ ഒരു ഇനേഷ്യ ലേസിനെസ്സൊക്കെ മറികടന്ന് ആദ്യത്തെ വീഡിയോ പബ്ലിഷ് ചെയ്യുകയും അത് യൂട്യൂബിൽ കാണുകയും ആ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്ത വീഡിയോ ബാക്കിയുള്ളവർ കാണുമ്പോൾ എന്തായിരിക്കും അവർ വിചാരിക്കുന്നത്, ഞാൻ പറഞ്ഞ ടോപ്പിക്കും അതോടൊപ്പം എൻ്റെ പ്രസൻറ്റേഷൻ സ്റ്റൈലും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ചൊക്കെയുള്ള ഇൻസെക്യൂരിറ്റികളുണ്ടായിരുന്നു. ഫാസ്റ്റ് ഫോർവേഡ് 2017 കഴിഞ്ഞു, 18 കഴിഞ്ഞു, ഇപ്പോൾ 25 കടന്നിരിക്കുന്നു. എൻ്റെ പേരിൽ തന്നെ ഏകദേശം 2-3 യൂട്യൂബ് ചാനലുകളുണ്ട്. അതിൽ അറ്റ്ലീസ്റ്റ് ഒരു സക്സസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹൈലൈറ്റായി തോന്നിയത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ദ എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലാണ്. സോ അതിൽ മെയിനായിട്ടും ഹയർ എഡ്യൂക്കേഷൻ, കരിയർ പോലുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അതോടൊപ്പം കാർട്ടൂൺ വരയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടും പ്രസൻറ്റേഷനും ആ സ്കില്ലെങ്ങനെ പഠിക്കാം ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാനലുണ്ട്. എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് തന്നെ ഇംഗ്ലീഷിൽ പ്രസൻറ്റേഷനുള്ള കോണ്ടൻറ്റുള്ള വേറൊരു ചാനലും. പക്ഷേ ഇന്ന് മുജീബ് വ്ളോഗിംഗ് എന്ന ഒരു ചാനലിൽ മെയിനായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു എഡ്യൂക്കേഷൻ കരിയർ പോലുള്ള കാര്യങ്ങളല്ല, കാർട്ടൂണല്ല, മറിച്ച് വീഡിയോ മേക്കിങ്ങിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ റാൻഡമായിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസിനെ കുറിച്ച് നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. അതോടൊപ്പം 2025 ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്താൽ അത് സക്സസ് ആകുമോ എന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരവുമാണ്. പല കൂട്ടുകാർക്കും ഇതുപോലെ വീഡിയോ മേക്കിങ്ങിന് താല്പര്യമുണ്ട്, അവർക്ക് ആഗ്രഹമുണ്ട്, അവരുടെ കയ്യിൽ ഈ വീഡിയോ മേക്കിങ്ങിനും കോണ്ടൻറ് ക്രിയേഷനും അവരെ സപ്പോർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിന് ഹൈഫൈ അല്ലെങ്കിൽ ഹൈ എൻഡ് മൊബൈൽസും മൈക്സും ലൈറ്റിങ്സും ഒക്കെ അല്ല വേണ്ടത്, മറിച്ച് തീർച്ചയായിട്ടും അതിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലുണ്ട്. അതിന് എഡിറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷനും തീർച്ചയായിട്ടും ഈ ഫോണിലുണ്ട്. വേണ്ടത് ഒരു ഡിറ്റർമിനേഷനാണ്, അതോടൊപ്പം ഒരു ഫോക്കസാണ്, അതോടൊപ്പം കോൺഫിഡൻസാണ്. പിന്നീട് ഇത് ചെയ്താൽ എന്ത് വന്നാലും ഫേസ് ചെയ്യാനുള്ള ആ ഒരു കറേജാണ്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഒരു യൂട്യൂബർ ആകാനുള്ള ബേസിക് സ്റ്റെപ്പ് എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഒരു പ്രത്യേക മേഖലയിൽ കഴിവുണ്ട്, അറിവുണ്ട്, അതോടൊപ്പം നിങ്ങൾക്ക് വൈഡർ ഓഡിയൻസുമായി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബ് ഈസ് വൺ മെയിൻ പ്ലാറ്റ്ഫോം. അതുപോലെ ഇൻസ്റ്റാഗ്രാമുണ്ട്. പക്ഷേ യൂട്യൂബിൽ ലഭിക്കുന്ന ആ ഒരു വൈറൽ പോസിബിലിറ്റി എന്നുള്ളത് തീർച്ചയായിട്ടും അനന്തമാണ്. നിങ്ങൾക്ക് ലോങ് ഫോർമാറ്റിലുള്ള കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാം, ഷോർട്ട് ഫോർമാറ്റിലുള്ളതും ചെയ്യാം. പക്ഷേ ഇതിലൊക്കെ വരുന്നത് മെയിനായിട്ടും നിങ്ങൾക്കുള്ള താല്പര്യവും അത് ചെയ്യാനുള്ള ഫോക്കസുമാണ്. സോ ഈ ഒരു ചാനൽ 2025 ഏകദേശം ഒരാഴ്ചയായിട്ട് ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. ഒരു വീഡിയോ ചെയ്തു, ഒരു വ്ളോഗ് വീഡിയോ ആണ്, വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ് ചെയ്തത്. കുവൈറ്റിലെ അവന്യൂസ് മാളിൽ അൽബേക്ക് എന്ന റെസ്റ്റോറൻറ്റ് ആദ്യമായിട്ട് വന്നപ്പോൾ ഒരു മെയിൻ കാഫ്റ്റീരിയ ചെയിനാണ്, നെറ്റ്വർക്കാണ്. സോ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ കുവൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നിന്നും എനിക്ക് ഉണ്ടായൊരു അനുഭവം ഷെയർ ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ് ആ വീഡിയോയിൽ ശരിക്കും പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിലുപരി ഈ ഒരു ചാനലിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു റാൻഡമായിട്ടുള്ള തോട്ട് ഷെയറിങ്, എക്സ്പീരിയൻസ് ഷെയറിങ്, അതോടൊപ്പം വ്ളോഗിങ്, ഈവൻ ഡേ ടു ഡേ കാര്യങ്ങളെക്കുറിച്ച് റിയാക്ട് ചെയ്യുക, ഒപ്പീനിയൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. സോ ബിഹൈൻഡ് ദ സീൻസ് കാര്യങ്ങളാണ്
ഈ ഒരു ചാനൽ കൂടി ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ എഡ്യൂക്കേഷനല്ല, കരിയറല്ല, മറിച്ച് കുറേ കൂടി കൂടുതൽ കാര്യങ്ങൾ വളരെ റോ ഫോർമാറ്റിൽ നിങ്ങളുമായി സംവദിക്കാനുള്ള ഒരു ശ്രമമാണ്. അതുകൂടാതെ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലെ യൂട്യൂബ് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. 2025 ഏകദേശം കോണ്ടൻറ്റ് ക്രിയേഷനുമായി ബന്ധപ്പെട്ട്, എൻ്റർടൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട്, ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട് അങ്ങനെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള യൂട്യൂബ് ചാനലുകൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നല്ലോ, നമുക്ക് സാധ്യതയുണ്ടോ എന്നൊരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ്. തീർച്ചയായിട്ടും ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ ഒറിജിനൽ ഐഡിയാസ്, നിങ്ങളുടെ ഒറിജിനൽ കോണ്ടൻറ്റ്സ് ഷെയർ ചെയ്യാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. കാരണം ഇത് ഫ്രീ ആണ്. അതോടൊപ്പം നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട് ഫ്രം ദ ഔട്ട്സൈഡ് വേൾഡ്. വേണ്ടത് ഒരു ഇൻസൈഡ് എഫേർട്ടാണ്. അകത്ത് നിന്ന് ആ ഒരു താല്പര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം നിങ്ങൾ ഏത് രീതിയിലുള്ള കോണ്ടൻ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റർടൈൻമെൻറ്റ് പരമായി പല കാര്യങ്ങളും ചെയ്ത് വൈറലാകുന്ന കോണ്ടൻറ്റ്സ് ഉണ്ട്. അതോടൊപ്പം കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. റിയാക്ഷൻ ഫോർമാറ്റിലുള്ള വീഡിയോസുകൾ ചെയ്യുന്ന ചാനലുകളുണ്ട്. ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന പല ചാനലുകളുമുണ്ട്. നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷൻ, കരിയർ റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യുന്ന യൂട്യൂബ് ചാനലുകളുണ്ട്. കുക്കറി, അതോടൊപ്പം കുക്കിംഗ് റിലേറ്റഡ് ഡിസ്കസ് ചെയ്യുന്ന പല രീതിയിലുള്ള പ്ലാറ്റ്ഫോംസുകളുമുണ്ട്. അങ്ങനെ ഓരോ സ്ട്രീമിനും അതിൻ്റേതായ ഒരു പുതിയ തലങ്ങൾ നൽകുന്ന, അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം വ്യൂവേഴ്സിനോട് ഷെയർ ചെയ്യുന്ന പല രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. പല കൂട്ടുകാരും പല രീതിയിലുള്ള എക്സ്പെർട്ടീസുള്ള ആൾക്കാരാണ്, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. സോ ആ മേഖലയിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ചാനലുകളുമുണ്ട്. സോ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടും നിങ്ങളുടെ എക്സിസ്റ്റൻസും നിങ്ങളുടെ ജിയോഗ്രഫിയും നിങ്ങളുടെ ആ ഒരു ജീവിത രീതിയുമൊക്കെയാണ് നിങ്ങളെ നിങ്ങളാക്കി മാറ്റുന്നത്. ഇത് നിങ്ങൾക്ക് പുറം ലോകവുമായി ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ഗ്രേറ്റ് കോണ്ടൻറ്റ് എന്നുള്ളതാണ്. സോ ഈ പറയുന്ന രീതിയെ ഒരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഹുക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക, സ്ട്രീം ലൈൻ ചെയ്യുക. അതോടൊപ്പം വ്യൂ ചെയ്യുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ അവർക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനും എൻജോയ് ചെയ്യാനും ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യാനും ഉള്ള കാര്യങ്ങൾ നിങ്ങൾ നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും യുവർ യൂട്യൂബ് ചാനൽ ഓൾസോ വിൽ ബി എ സക്സസ്. സോ ഇതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. വളരെ സിമ്പിളായ കാര്യമായിരുന്നു എനിക്ക് ഈ ഒരു കോണ്ടൻറ്റിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. അതായത് 2025 ഏകദേശം 4-5 സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പോഴുള്ളത്. കാര്യമായിട്ട് ലൈക്കും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അഗെയിൻ ഐ ഡോണ്ട് കെയർ. ഞാൻ എൻ്റെ കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ, വ്യൂവേഴ്സുമായി ഷെയർ ചെയ്യാൻ ഈ ഒരു മീഡിയം ഉപയോഗിക്കുന്നു. യു ക്യാൻ ഓൾസോ ഡു ദാറ്റ്. ഇത് മാത്രമാണ് ഈ ഒരു മെസ്സേജിൽ കൂടി ആഗ്രഹിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.